കഴിയുമെങ്കിൽ എന്റെ വാലൊന്ന് മാറ്റി നീ കടന്നു പോവുക. ആ വാക്കുകൾ ഭീമന് വെല്ലുവിളിയായി തോന്നി. അവൻ താഴ്ന്നു. ഒരു കൈകൊണ്ട് വാൽ പിടിച്ചു. അത് നീക്കുക അവന് ചെറുകാര്യമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു അവൻ കരുതിയത്. പക്ഷെ വാൽ അനങ്ങിയില്ല. ഒരിഞ്ച് പോലുമില്ല. ഭീമൻ ഭ്രമിച്ചു. ചെറിയൊരു അസ്വസ്ഥത മുഖത്ത് തെളിഞ്ഞു. പിന്നെ അവൻ വീണ്ടും ശ്രമിച്ചു. ഇത്തവണ കളിയായല്ല. ഗദ ഒതുക്കിവെച്ച് രണ്ട് കൈയും ചേർത്ത് മുഴുവൻ ബലവും അവൻ പ്രയോഗിച്ചു. ചുമലുകൾ കട്ടിയായി. ഭുജങ്ങൾ വീർപ്പുമുട്ടി. പാദങ്ങൾ മണ്ണിൽ കുത്തിനിന്നു. പക്ഷേ വാൽ ഇളകിയില്ല. ഇത് സാധാരണ വാനരനല്ല. ഇത് സാധാരണ ശക്തിയുമല്ല. പ്രഭു, താങ്കൾ ആരാണ്? ആ ചോദ്യം കേട്ടപ്പോൾ വൃദ്ധവാനരന്റെ മുഖത്ത് ഒരു ശാന്തമായ പുഞ്ചിരി തെളിഞ്ഞു. വനവും അതോടൊപ്പം മാറി. നിശബ്ദതയിൽ ഒരു ദിവ്യഭാരം നിറഞ്ഞു. അപ്പോൾ ആ വൃദ്ധവാനരൻ പറഞ്ഞു, ഭീമ, ഞാൻ വായുപുത്രൻ ഹനുമാൻ. ആ പേര് കേട്ട നിമിഷം ഭീമന്റെ ഉള്ളിലെന്തോ തകർന്നു വീണു. അവൻ തിരിച്ചറിഞ്ഞു, തന്റെ മുന്നിലിരുന്നത് ഒരു വൃദ്ധവാനരനല്ല, രാമനാമം ലോകമെങ്ങും മുഴക്കിയ മഹാവീരൻ, സമുദ്രം ലംഘിച്ചവൻ, ലങ്കയെ വിറപ്പിച്ചവൻ, വായുവിന്റെ മറ്റൊരു പുത്രൻ, സ്വന്തം അനിയന്റെ മുമ്പിൽ മറഞ്ഞിരുന്ന ജ്യേഷ്ഠൻ ഹനുമാൻ. ഭീമന്റെ ബലം അന്ന് കുറയില്ല. പക്ഷെ അവന്റെ അഹങ്കാരം ഒടുങ്ങി. അവൻ പതുക്കെ താഴ്ന്നു. ചുമലുകളിലെ ഗർവം അഴിഞ്ഞു വീണു. തല കുനിഞ്ഞു. കൈകൾ ചേർന്നു. വനത്തിന്റെ നടുവിൽ